3 അവിടെ ആരൊക്കെ ഭാവിയിലെ ഇത് സാലി പറഞ്ഞ ഫ്രെയിമിനെ കാണാം, ബുർജ് ഖലീഫത്തെ കാണാം, പിന്നെ അവിടെ ലാമറാണ് ഒന്ന് അവിടത്തെ കാണാൻ പറ്റും. ഹലോ ഗൈസ്, എല്ലാവർക്കും സൈദ് വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മൾ ന്യൂ ഇയർ ആയിട്ട് എവിടേക്കാണ് നമ്മൾ പോണത്? ദുബായ് ADCB ദുബായ് ഫ്രെയിമിലേക്ക് പോവാണ്. അവിടെ പോയി ബുർജ് ഖലീഫിൻ്റെയും ദുബായ് ഫ്രെയിമിൻ്റെ ഒക്കെ ഫയർ വർക്ക്സ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ എത്തിയിട്ട് കാണാം അല്ലേ? ഓക്കെ. നമ്മൾ 2023 അവസാനം ന്യൂ ഇയർ പരിപാടി ഫയർ വർക്ക്സ് കാണാൻ വേണ്ടിയിട്ട് ദുബായ് ഫ്രെയിമിൻ്റെ അവിടെ വന്നിരിക്കുകയാണ്. സോ അവിടുത്തെ ക്രൗഡ് കാണിച്ചു തരാം. അപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് എൻ്റെ കൂട്ടുകാരന്മാരാണ്. ഇത് ജെറി, ഇത് നിസാം, ഇവിടുത്തെ ഒരു ഇൻഫ്ലുവൻസറാണ് ഭാവിയിലെ. ഇത് സാലി, ഇത് പിന്നെ എൻ്റെ അനിയനാണ് റാശി, ഇത് ശരത്ത്. ഞങ്ങളൊക്കെ ഒരുമിച്ച് നമ്മളൊക്കെ അൽക്കൂസിന്ന് ADCBയിലേക്ക് വന്നിരിക്കുകയാണ് ഫ്രെയിമിൻ്റെ ഫയർ വർക്കും കാര്യങ്ങളും കാണാൻ. ഇവിടെ വന്നാലൊരു ഗുണം പറഞ്ഞാൽ ഫ്രെയിമിനെ കാണാം, ബുർജ് ഖലീഫത്തെ കാണാം, പിന്നെ അവിടെ ലാമറാണ് ഒന്ന് അവിടത്തെ കാണാൻ പറ്റും. 3 അവിടെ ആരൊക്കെ സൗണ്ട് ഇടുന്നുണ്ട്. എങ്ങനെയുണ്ട് ചായനെ കുറിച്ചുള്ള അഭിപ്രായം പറയൂ. നിങ്ങളുടെ ചായ എങ്ങനെയുണ്ട്? 18 രൂപ കൊടുത്തിട്ട് ഞങ്ങൾ വാങ്ങിയ ചായയാണ്. സുലൈമാനിയാണ്. നല്ല മധുരം. റാശിയാണ് മധുരം ഇട്ടത്. നമ്മുടെ ശരത്തിന്റെ പേരിലൊരു ദുആ സമ്മേളനം നമുക്ക് ചെയ്യുന്നതാണ്. ഇത്രയും നല്ലൊരു ചായ നമുക്ക് വാങ്ങി തന്ന ശരത്തിന് 2000 നല്ലോണം കലക്കിയിട്ടൊരു ഗ്ലാസ് ഇപ്പോഴാണ് ചോദിക്കുന്നത്. മധുരല്ലേ ഒട്ടിപ്പിടിച്ച് നടക്കണോ തോന്നണോ? അത് പിടിച്ചോ. ഓരോ മിനിറ്റ് കൂടുന്തോറും ഇവിടെ ആൾക്കാർ കൂടിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ആൾക്കാർ ന്യൂ ഇയറിന് വെറും 9 മിനിറ്റ് ബാക്കി. വെയിറ്റിംഗ് ആണ്, കട്ട വെയിറ്റിംഗ്. നല്ല ക്രൗഡായി. റോഡ് ഭയങ്കര ക്രൗഡ്. നേരത്തെ ആ ബ്രിഡ്ജിൻ്റെ അവിടെ ആളുണ്ടായിരുന്നു, എല്ലാവരും അവിടെ ആളില്ലേ? ആരുമില്ല. അവിടെ കയറും, അവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ടാവും. 5 മിനിറ്റ്, 5 more minutes. റാശി ഫുള്ള് സീന്. എന്താ റാശിയെ, എന്താണ്?
സ്റ്റാർട്ടായി ബുർജ് ഖലീഫ നോക്ക്. അവിടെയും പോട്ടുണ്ട്. അതാണ്ടോ, അതാ ലാസ്റ്റ് നേരെ നോക്ക്. എന്താണാവോ കഴിഞ്ഞിട്ടില്ല. ബുർജ് ഖലീഫ നേരെ കാണും കൂടി ഇല്ല, പുകപടലങ്ങൾ കാരണം. ചിന്നുവിന്റെ പടക്കക്കട പറഞ്ഞിട്ടേ ചൈന തന്നെയാണ്.
കണ്ണാപ്പി കളറിന് അവസാനം ഇത് ഗ്രാൻഡ് ആക്കി അങ്ങനെ നമ്മുടെ വെടിക്കെട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ചെന്താണ് എന്താ പരിപാടി? ഇനി എന്താണ് ഇനി എന്താ പരിപാടി? പോവല്ലേ, റൂമിലേക്ക് പോവല്ലേ? എല്ലാവരും തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. കരാമേലാണ് ഈ തരം. പൈസ കൊടുക്കണ്ടേ പോകാൻ? അവിടെ നിൽക്കാ അല്ലോ സാലിന്റെ ഗംഭീര പ്രകടനം. സാല് പോ. ഔട്ടോ കഴിഞ്ഞ സാലി സാലി സ്റ്റെപ്സ് ആ അപ്പൊ എല്ലാരും ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞേ. ഹാപ്പി ന്യൂ ഇയർ. വീഡിയോയിൽ നമ്മൾ അതാവനെന്താണ്. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങൾ നമുക്ക് പോണ വഴിയിൽ കാണാം. അപ്പോൾ ഞങ്ങൾ മെട്രോയിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ യെസ്, മെട്രോ അവിടെ ഞങ്ങൾ ആദ്യം മാക്സിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. മാക്സ് മെട്രോ സ്റ്റേഷൻ. അപ്പോൾ ഞങ്ങൾ ADCBയിലേക്ക് പോകാം. ADCBയിൽ നിന്ന് ഇക്വിറ്റിയിൽ ഇറങ്ങിയിട്ട് ഞങ്ങൾ പോകാറുണ്ട്. ഓക്കെ, നിസാമേ പറയാം, എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ദിവസം?
ഇന്നത്തെ ദിവസം ചോദിക്കുന്നില്ല, ഇന്നത്തെ പരിപാടികൾ സത്യം പറഞ്ഞാൽ ശരിക്കും ഞാൻ എൻജോയ് ചെയ്തു. ചെയ്തിട്ടില്ല? ചെയ്തിട്ടുണ്ട്. എൻ്റെ സുഹൃത്ത് ഒരു നിർബന്ധം കൊണ്ട് മാത്രമാണ് ഞാൻ ആക്ച്വലി ഞാൻ ഈ ഇവന്റിന് വന്നത്. ശരിക്കും ഞാൻ എക്സൈറ്റഡ് ആണ്. അതിന് എടുത്തു പറയേണ്ട ഒരു പേര് വെച്ചാൽ മിസ്റ്റർ റാഷിദ്. അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ എന്ന് വെച്ചാൽ വളരെ വളരെ അധികം എന്നെ ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു മോസ്റ്റ് ഇമ്പോർട്ടന്റ് പേഴ്സൺ ആണ് റാഷി. പിന്നെ ശരത്ത് ആക്ച്വലി നല്ലൊരു ഷെഫാണ്. ഇവന്റ് ഉണ്ടെങ്കിലും ഒരു പ്രോഗ്രാം ഉണ്ടെങ്കിലും എൻജോയ്മെന്റ് എന്ന് പറയുന്നത് ലാസ്റ്റ് ആപ്റ്റ് ആയിട്ടുള്ളൊരു പേര് നമ്മുടെ ശരത്താണ്. അത് എല്ലാവരുടെ കൂട്ടത്തിലും തൊലിച്ചോണ്ടിരിക്കുന്നു. പിന്നെ സാലി സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അവനെ അവിടെ പോയി ഒതുങ്ങിക്കോളും. അവനെ കൊണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ട്. അതെ. അപ്പൊ ശരത്ത്, നിന്റെ ഇന്നത്തെ ന്യൂ ഇയർ പാർട്ടി അല്ല, ഒരു പ്രോഗ്രാം എങ്ങനെ ഉണ്ടായിരുന്നു? ചില്ലായിരുന്നു. അത്രേ ഉള്ളൂ പറയാന്. നൈസായിരുന്നു. എല്ലായിരുന്നു. നിന്റെയോ ജെറിൻ? പൊളിയായിരുന്നു. കുറെ ആൾക്കാർ കയറിയിട്ടുണ്ട്. റാശി, നിന്റെ ഇന്നത്തെ പരിപാടി എങ്ങനെ ഉണ്ടായിരുന്നു? വളരെ ഗംഭീരമായി. മ്ലേച്ഛകരമായിരുന്നു അതോ? അല്ലല്ല, ഗംഭീരമായിരുന്നു. പിന്നെ പിന്നീട് എന്താ പറയാനുള്ളത്? പിന്നീട് ഞങ്ങൾ ഒരുപാട് അട്ടഹസിച്ചു, അർമാദിച്ചു, ആനന്ദിച്ചു. ഹാപ്പി ന്യൂ ഇയർ ടു ഓൾ. എല്ലാവർക്കും ഓക്കെ. നല്ലൊരു വർഷം എല്ലാവർക്കും നേരിട്ടുണ്ട്. അതോ എല്ലാവരും മൂഞ്ചിക്കൊണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണോ? പ്രത്യേകിച്ച് എനിക്ക് ഞാൻ നല്ലൊരു വർഷമായി മാറിക്കൊണ്ട്. സാലി പിന്നെ ഒരു സ്ഥലം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് എത്ര ദൂരാണെങ്കിലും അവിടെ പോയിരിക്കും. അതാണ് സാലിൻ്റെ ഒരു പ്രത്യേകത. ആണ് ഞങ്ങളിപ്പോൾ റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മെട്രോയിലാണ്. ഇപ്പോൾ ഇവിടെ എത്തി. ദുബായ് മോൾ എത്തി. ഞങ്ങൾക്ക് 3-4 സ്റ്റോപ്പ് എത്തി. അപ്പൊ ഇനി അവിടെ എത്തിയിട്ടുള്ള ഭാഷകൾ ഞങ്ങളങ്ങനെ ഇക്വിറ്റി മെട്രോ സ്റ്റേഷനിൽ എത്തി. ഞങ്ങൾ റൂമിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ നമ്മൾ സാലിൻ്റെ ചോദിച്ചിട്ടില്ല. സാലി, ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഒന്ന് പറഞ്ഞ. വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ അത് മാത്രമേ ഉള്ളൂ? റാഷിനെ കുറിച്ച് എക്സ്പീരിയൻസ്. അതെ. അപ്പോൾ ഇവരാരിനെ കുറിച്ചൊന്നും എന്തെങ്കിലും പറയാനുണ്ടോ? ശരത്ത് അല്ല, നിസാം എല്ലാം പറഞ്ഞു, എല്ലാവരെയും കുറിച്ച് പറഞ്ഞു. സംഭവമാണ്. ഓക്കെ. റാഷി പറയാനുള്ളല്ലോ. പിന്നെ നിസാം ഹൈലൈറ്റ്. നിസാമിനെ ഹൈലൈറ്റ് ആക്കിയിട്ടുണ്ട്. പറഞ്ഞോ. ഇന്നത്തെ ദിവസം ശരിക്കും കൊണ്ടുപോയത് സാലി മാത്രം. അതെ. സാലിന്റെ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സാലിന്റെ സ്റ്റെപ്സ് വൈറൽ ആവുന്നതാണ് എന്റെ. അതെ, സത്യമാണ്. അടിപൊളി വീഡിയോ, അടിപൊളി ഡാൻസ്. അതെ, ടഫ് സ്റ്റെപ്സ് ഓൺലി, ഫുള്ള് അറബികളിലൂടെ. എന്താ റാഷി നീ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു ക്യാപ്ഷന്? എമറാത്തി. അയ്യോ വയ്യ. അപ്പം നമ്മൾ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചെത്തിയിരിക്കുകയാണ്. അവരൊക്കെ അത് മെല്ലെ നൈസായിട്ട് വരുന്നു. ഓക്കെ. റാഷി ഇതവിടെ, റാഷി ക്ഷീണമായിട്ട് ഇവിടെ ഫസ്റ്റ് എത്തുന്നുണ്ട്. അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ യൂട്യൂബിൽ കണ്ടാൽ മതി. എല്ലാവരും കാണുക. പിന്നെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഓക്കെ, ബൈ.